ഹലോ, കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 1. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഈ 2 വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്തത്. അപ്പോൾ പാർട്ട് 1 എൻ്റെ മോർണിംഗ് ടു നൂൺ ആയിട്ടുള്ള, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടു ലഞ്ച് റുട്ടീനാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാർട്ട് 2 ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഈവനിങ് ടു നൈറ്റ് അതുപോലെ തന്നെ ഈവനിങ് ടു ഡിന്നർ വിശേഷങ്ങളാണ് പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് വിട്ട് ഏകദേശം വരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ചിക്കൻ എന്ത് ചെയ്തു, ഒരു 4 ബോൺലെസ് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള 4 പീസ് ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കേർഡും, കുറച്ച് ഗരം മസാല പൊടിയും, കുറച്ച് ചില്ലി പൗഡറും, ഒക്കെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ആവശ്യത്തിനൊക്കെ വളരെ കുറച്ച് സോയാ സോസും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഒരു ചിക്കൻ മാരിനേഷൻ ചെയ്യുകയാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. പുറത്തൊന്നും ഒരു ഐറ്റവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷവർമ്മയുടെ ചിക്കൻ മാരിനേഷനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ഒത്തൻറ്റിക് റിയൽ ഷവർമ്മയുടെ ടേസ്റ്റാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ. അതായത് കേർഡ് മസ്റ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് ഞാനിപ്പം ചെയ്ത ഒരു കൂട്ട് കണ്ടല്ലോ, ആ ഒരു കൂട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഷവർമ്മ നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന ഷവർമ്മയുടെ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്തു. ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഒരു ചെറിയ പീസ് ക്യാബേജും, പിന്നെ ഈ സവോളയുടെ ഹാഫേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ വളരെ കുറച്ച് ഷവർമ്മയെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ച്, ഇത്രയും ക്യാബേജ് എടുത്തെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ 1/4 ഭാഗം മാറ്റി വെച്ച് 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. പിന്നെ സവോളയാണെങ്കിലും ഹാഫ്. അപ്പോൾ ഞാൻ എൻ്റെ ഷവർമ്മയുടെ സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. എങ്കിലും എൻ്റെ എനിക്ക് വേണ്ട ഐറ്റംസ്, ചിക്കനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് എണ്ണയിലോട്ട് ഇടുന്നതിനേക്കാളും കുറച്ച് ഒരു 1 hour ഇരിക്കണം. ഒരു 1 hour ഇരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സാറായ്ക്ക് മോക്ക് ലഞ്ച് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. കൊച്ചിന് കുറച്ച് ഒരു പിടി ചോറെടുത്തു. അതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് തിളപ്പിച്ചാറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം സാറാക്ക് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കഞ്ഞിയാണ്. കാരണം അവൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി ചെറിയ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ മോൾക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി എടുക്കുകയാണ്. അപ്പോൾ സാറാനെ പയ്യെ അടുത്ത് വിളിച്ചിരുത്തി കഞ്ഞി കോരി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സാറ അവൾക്ക് കഞ്ഞി കുഴപ്പമില്ല, അവൾ കുടിച്ചോളും. ചമ്മന്തിപ്പൊടിയുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ കൂടെ സൈറു ഇഷ്ടമാണ്. ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്ന കാണുമ്പോഴത്തേനും ഓടി വന്ന് കുടിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സാറാക്ക് കഞ്ഞി എപ്പോൾ കൊടുത്താലും സൈറും കൂടെ വന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മഷ്റൂം കുക്കിംഗ് വീഡിയോ. അപ്പോൾ അതിൻ്റെ മഷ്റൂം ചെറിയ പീസായിട്ട് എടുത്ത് ഞാൻ സൈറുവിന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം എന്തെങ്കിലും ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കഴിക്കാനൊരു ക്രേവിങ്സ് തോന്നി. അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ഇതുപോലത്തെ പൊട്ടുകടല, ഈ കടല വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ എന്തെന്നാ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേര് ശരിക്കും അറിയത്തില്ല, ഞാൻ എന്തൊക്കെയോ പേരിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ കുറച്ച് കടല ഐറ്റംസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കരിച്ച് പൊരിച്ച് സ്നാക്സ് തിന്നാതെ ഇങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കാനായിട്ട്. ഞാനിതാ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഷവർമ്മയ്ക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള കൊക്കനട്ട് ഓയിൽ, അങ്ങനെയുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ. അപ്പോൾ പാനിലേക്ക് വളരെ കുറച്ച്, അതായത് ഞാൻ ആ ചിക്കൻ്റെ
പീസസ് എന്ന് പറയുന്നത് ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അത് നമ്മൾ കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് കൂടുതൽ നേരം കിടന്നോട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കുറച്ച് സൈസ് ഉണ്ടല്ലോ, ചെറിയ ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത അങ്ങനത്തെ പീസ് അല്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് വേവ് ഷാലോ ഫ്രൈയുമാണ്. അപ്പോൾ ആ കേർഡിലൊക്കെ കിടന്നിട്ട് കേർഡ് അതുപോലെ തന്നെ ഗരം മസാല, അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ മൂക്കിലടിക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു ഷവർമ കഴിക്കുന്ന ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യാം. വലിയ ഷവർമ റോളോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടല്ലോ, നമ്മുടെ ചപ്പാത്തിയുടെ അകത്ത് ഈ ഒരു ചിക്കൻ മാരിനേഷൻ കൊടുത്ത് കുറച്ച് മയോണൈസ് ഒഴിച്ച് കുറച്ച് ടൊമാറ്റോസ് കെച്ചപ്പ് ഒഴിച്ച് നിങ്ങൾ കുറച്ച് സവോളയും തക്കാളിയും ക്യാബേജും ഇട്ട് മക്കൾക്കൊന്ന് റോൾ ചെയ്ത് കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. മനസ്സിലായില്ല? അപ്പം അവർക്ക് കടയിൽ നിന്ന് ഷവർമ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഹെൽത്തി ആയിട്ട് വീട്ടിൽ ഇത്രയും ഈസി ആയിട്ട് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മക്കൾക്ക് മാത്രമല്ല, കെട്ടിയവന്മാർക്കും ഭർത്താക്കന്മാർക്ക് അതുപോലെ തന്നെ ആർക്കും വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങൾ ചായയുടെ കൂടെ ഇങ്ങനെയൊന്ന് റോൾ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുത്തൊന്ന് കഴിച്ച് നോക്കിക്കേ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ കുടിക്കാറും കഴിക്കാറും ഒക്കെ ഉണ്ട്. ഇങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക സന്തോഷമാണ്. കഴിക്കുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്, ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഓയിലിൽ കിടന്ന് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനല്ല, ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയ പീസ് തക്കാളി, ടൊമാറ്റോ ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ, ഓപ്ഷണലാണ്. അപ്പം ഞാനൊരു ചെറിയ പീസ് തക്കാളി ഇട്ടു. അതിന് ശേഷം ഒരു അര സവോള ഇട്ടു. അതിനുശേഷം വളരെ ചെറിയൊരു പീസ് ക്യാബേജും ഇട്ടു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത പച്ചക്കറികളൊക്കെ വലിച്ച് നീട്ടി ആ ഒരു ഷവർമയുടെ ടേസ്റ്റ് കളയണ്ട. അപ്പോൾ ഈ ഒരു മിക്സ് അടിപൊളിയാണ്. ഷവർമയിൽ കുറച്ച് ക്യാബേജ് കടിക്കാൻ കിട്ടുന്നതും കുറച്ച് സവോള കിട്ടുന്നതും കുറച്ച് ടൊമാറ്റോ കിട്ടുന്നതൊക്കെ രസമുള്ള കാര്യമാണ്. എന്നാൽ പിന്നെ ഓവറായിട്ട് നമ്മൾ ക്യാബേജും ബീൻസും ഒക്കെ ഇട്ട് ഓവറാക്കി നശിപ്പിച്ച് കളയണ്ട. അപ്പോൾ ഇത് തന്നെ ധാരാളം. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്കിത് ഇഷ്ടമാണ്. ഈ വെജീസ് നമുക്കിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട് 1 ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അതിങ്ങനെ ഞാൻ വിശേഷം പറഞ്ഞ് പോയ കൂട്ടത്തിൽ വീഡിയോ എൻഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയി. പിന്നെ ഞാനങ്ങത് അപ്ലോഡ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനത് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്ത് മെനക്കെടാനൊന്നും പോയില്ല. അപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് പോയപ്പോഴത്തേനും ആ പാർട്ട് 1 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് എൻഡ് ചെയ്തില്ല. മനസ്സിലായി? എൻഡ് ചെയ്തില്ല. ആ കണ്ടിന്യൂഷൻ സംസാരത്തിൽ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ വീഡിയോ അങ്ങ് തീർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ടൈമർ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. അതിന് ശേഷം ഇതാ നമ്മുടെ മയോണൈസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഞാനിന്ന് റോൾ ഷവർമ അല്ല കേട്ടോ, ഞാൻ പ്ലേറ്റ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അറബിക് ബ്രെഡ്, സ്മോൾ അറബിക് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പ്ലേറ്റ് ഷവർമയ്ക്ക് കിട്ടുകയില്ല, ആ സെയിം തന്നെ ഞാനൊരു 6 ഉള്ള ഒരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഞാനിത് വളരെ കുറച്ച് മയണൈസ്, ഒരു മുട്ടയും വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് വളരെ കുറച്ച് മയണൈസ് ഞാൻ അടിച്ചെടുത്തു. ഞാൻ കുറച്ച് മയണൈസ് അടിച്ചെടുത്തുള്ളൂ, കാരണം ഞാൻ അപ്പോൾ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മയണൈസേ അടിച്ചെടുത്തിട്ടുള്ളൂ. മയണൈസ് സ്റ്റോർ ചെയ്യാതിരിക്കുക. മയണൈസ് സ്റ്റോർ ചെയ്യാത്തതാണ് ബെറ്റർ. അപ്പോൾ ഉള്ളത് അപ്പോൾ അടിച്ചെടുക്കുക, അത് മതി. കാര്യം എന്താ വെച്ചാൽ ഇത്രയും എളുപ്പമാണ്. 2 minutes കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. ആ 2 minutes നമ്മൾ ചെയ്യുന്നതല്ലേ എളുപ്പം. അത് ഫ്രിഡ്ജിൽ കുത്തിക്കയറ്റി ഒരു പാത്രമൊക്കെ കണ്ടുപിടിച്ച് ഫ്രിഡ്ജിൽ കുത്തിക്കയറ്റി വെക്കുന്നതിനേക്കാളും എളുപ്പം ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മയണൈസ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. കാര്യം പച്ചമുട്ടയാണ്, റിസ്ക് എടുക്കണ്ട. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം
വൈകുന്നേരം ഇക്ക വന്നപ്പോഴത്തേനും ഞാൻ ഷവർമ്മയുടെ മിക്സ് സ്റ്റഫ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. കടിഞ്ചായ ഇടുകയാണ്. ബ്ലാക്ക് ടീ ആണ് ഇക്കാക്ക് ഇന്ന് കൊടുക്കുന്നത്. ഇക്കാക്ക് മാത്രമല്ല ഞാനും വൈകുന്നേരം വരുമ്പോഴത്തേനാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെജ് മിക്സ് ചെയ്യുന്ന കുറച്ച് പോർഷൻ ഞാൻ ബാക്കി വെക്കുകയാണ്. അതെന്നാന്ന് വെച്ചാൽ നാളെ ഇക്കാക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ വേണ്ടി ഞാൻ നൂഡിൽസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ നൂഡിൽസിന് വേണ്ടിയിട്ട് ബാക്കി ചിക്കൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത എൻ്റെ മയോണൈസ് ഞാൻ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമേ മയോണൈസ് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിപ്പോകും, ലൂസായി പോകും. മയോണൈസ് അല്പം തിക്കായിട്ടാണ് അടിച്ചെടുക്കേണ്ടത്, ഒരുപാട് ലൂസായി പോകണ്ട. നമ്മൾ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ മയോണൈസ് ലൂസായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് നമ്മുടെ പ്ലേറ്റ് ഷവർമ്മ 6 അറബിക് ബ്രെഡാണുള്ളത്. അപ്പോൾ 6 അറബിക് ബ്രെഡിന് 3 പ്ലേറ്റ് ഷവർമ്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇനിയിപ്പോൾ മോളി വെച്ചിട്ട് ടോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് എൻ്റെ ചിക്കൻ വെജിറ്റബിൾ മിക്സൊക്കെ ഞാൻ ചേർക്കുകയാണ്. അങ്ങനെ 3 എണ്ണത്തിലും ഞാൻ എൻ്റെ ചിക്കൻ വെജിറ്റബിൾ മിക്സ് ചേർക്കുകയാണ്. ഈ ഒരു മിക്സ് അപ്പാര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഈ ഒരു മിക്സ് അപാര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് നൂഡിൽസിൽ ചേർക്കാം, പാസ്തയിൽ ചേർക്കാം. അതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കും. ഈ ഒരു മിക്സാണ് എൻ്റെ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ വളരെ ചൂട് കടിഞ്ചായ ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അപ്പോൾ എനിക്കും ഇക്കാക്കും ഓരോ ഗ്ലാസ് കടിഞ്ചായ, സാറായിക്ക് വേണ്ടിയിട്ട് ഞാൻ കടിഞ്ചായ കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ 3 പ്ലേറ്റ് ഷവർമ്മ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ടോപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ ഓരോ ഷവർമ്മ എടുത്ത് ടോപ്പ് ചെയ്യുകയാണ്. ബ്രെഡ് സ്മോൾ അറബിക് ബ്രെഡ് എടുത്ത് ടോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലാർജ് അറബിക് ബ്രെഡും കിട്ടും. ലാർജ് അറബിക് ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ശരിക്കും ഇവിടെ കൊടുക്കുന്ന നമ്മുടെ ആ റുമാലി റൊട്ടി എന്നൊക്കെ പറയല്ലേ, അതാണ് അതുപോലെ ഇരിക്കും ലാർജ് അറബിക് ബ്രെഡ്. അതും ഇതുപോലെ ഷവർമ്മയിൽ സ്റ്റഫിങ് വെച്ചിട്ട് റോള് ഷവർമ്മയായിട്ട് നമ്മൾ കഴിക്കുന്നത് ലാർജ് അറബിക് ബ്രെഡ്. പ്ലേറ്റ് ഷവർമ്മയായിട്ട് നമ്മൾ കഴിക്കുന്നത് സ്മോൾ അറബിക് ബ്രെഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അതേപടി കടിച്ച് തിന്നാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നടുവേ കട്ട് ചെയ്തിട്ടു പാനിൽ പോയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ചൂടാക്കി നമ്മൾ എന്ത് ചെയ്തു, നടുവേ കട്ട് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്ലേറ്റ് ഷവർമ്മ വിത്ത് കട്ടൻ ചായ. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വേറൊരു കാര്യം, അത് നമ്മുടെ ഡിന്നറായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള രീതിയിൽ എടുത്തതാണ്, പക്ഷേ ഓട്ടോമാറ്റിക്കലി അതൊരു ഡിന്നറായിപ്പോയി. കാരണം അത്രയും സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിരുന്നു, വയർ അതുപോലെ നിറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഡൺ, എനിക്കിനി ഫുഡൊന്നും വേണ്ടെന്ന് ഇക്ക അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിന്നറിൽ നിന്ന് രക്ഷപ്പെട്ടു, അതായത് ഡിന്നർ പ്രിപ്പറേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ട പച്ചരിയും ഉഴുന്നും അരയ്ക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേന് വേണ്ടി എനിക്ക് ദോശയോ ഇഡ്ഡലിയോ ആക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഞാൻ അരയ്ക്കുകയാണ്. അതിന് ശേഷം ലാസ്റ്റ് ഒരു പിടി ചോറും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അരയ്ക്കുകയാണ്. അരച്ചതിന് ശേഷം എനിക്ക് മാവൊക്കെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ദോശ, നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്. അതിന് ശേഷം ഒരു പിടി ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് സോഡാപ്പൊടി ഇട്ട് കലക്കി കൂട്ടി മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി, എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം, നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി, നല്ല അടിപൊളി ദോശ, നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഞാൻ തട്ടുദോശയും ചുടാറുണ്ട്, നൈസ് ദോശയും ചുടാറുണ്ട്. അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട്. വീടിൻ്റെ അകത്ത് ഫുൾ ടൈം AC ആണ് എങ്കിൽ പോലും എനിക്കറിയില്ല, കാര്യം കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇത്രയും നാളായിട്ടും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സോഡാപ്പൊടി ഇട്ട് ഇളക്കി വെക്കുന്നതുകൊണ്ടാവാം പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ കൊച്ച് രാത്രിയായി. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ
അതിൻ്റെ 2 സെറ്റ് ബോട്ടിൽ, ഒന്ന് മിൽക്ക് ബോട്ടിലും ഒന്നെന്ന് പറയുന്നത് കുറുക്ക് കൊടുക്കുന്ന ബോട്ടിലുമാണ്. അതൊക്കെ ഞാനൊന്ന് സ്റ്റെറിലൈസ് ചെയ്യാണ്, ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യാണ്. അതിന് ശേഷം ഇതാ സാറാ മോക്ക് ഇന്നും രാത്രി കഞ്ഞി തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാറ ഷവർമ ഒന്നും കഴിച്ചില്ല, അവൾക്ക് ഷവർമ ഒന്നും വേണ്ട. അപ്പോൾ ഇതാ സാറാക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയും ഉപ്പും ഇട്ട് കഞ്ഞി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ സാറാക്ക് കഞ്ഞി ഇഷ്ടമാണ്, അത് ശീലം, നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്ന ശീലം. അപ്പം അവൾ കഴിച്ചോളൂ. അപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് കൊച്ചിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കഞ്ഞി വെച്ചതുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കഞ്ഞി വെച്ചതുള്ളത് കൊണ്ട് ആ കഞ്ഞി തന്നെ കൊടുക്കുന്നു. നമ്മളിങ്ങനെ ശീലിപ്പിക്കുന്നതുകൊണ്ടേ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. ശീലിപ്പിച്ചില്ലെങ്കിൽ മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ പോയാൽ അവർ പോയി പണി നോക്കാനേ പറയത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇതാ ഞാൻ പിന്നീട് എൻ്റെ സൈറൂന് വേണ്ടിയിട്ടുള്ള മീൽ തയ്യാറാക്കുകയാണ്. അവൾക്കും ഒരു പിടി ചോറെടുത്ത് അതിലേക്ക് കുറച്ച് പംകിനൊക്കെ ഇട്ട് കുറച്ച് ഗീയൊക്കെ ഇട്ട് ഒരു പിഞ്ച് സാൾട്ടൊക്കെ ഇട്ടിട്ട് എൻ്റെ സൈറൂന് വേണ്ടിയിട്ടുള്ള ഫുഡും ഞാൻ റെഡിയാക്കുകയാണ്. പിന്നെ അതിനുശേഷം ഉണ്ടല്ലോ വേറൊരു സംഭവം ഉണ്ടായത്, ഒരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിന്നറൊക്കെ ഷവർമ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ രാത്രി ഒരു 9 മണിയായപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, മക്കളുടെ കഞ്ഞിയും ചോറിൻ്റെയൊക്കെ ഒരു പിടി ഉണ്ടായിരുന്നു, വളരെ ഒരു പിടി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പിടി ചോറെടുത്തു, ചമ്മന്തിപ്പൊടി, ഇഞ്ചിക്കറി, മോര് കാച്ചിയത്, മുട്ട പൊരിച്ചത്, അച്ചിങ്ങാപ്പയർ, പാപ്പടം, ഒലീവ്സ് ഉപ്പിലിട്ടത്, അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പിടി പിടിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിന്നർ. ഓക്കെ, അപ്പോൾ വേറൊന്നും കഴിച്ചില്ല, ഷവർമയിൽ നിർത്തി. അപ്പോൾ എനിക്കെന്തോ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണല്ലോ, അപ്പോൾ 2 ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് എന്തോ എനിക്കിപ്പം വിശപ്പിൻ്റെ വിളി ചെറുതായിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ കൊച്ചിന് എന്തെങ്കിലും കുറിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പോപ്കോൺ എടുത്തിട്ട് അത് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബട്ടറിലിട്ട് സോർട്ട് ചെയ്ത് ഒരു പിഞ്ച് ഉപ്പ് സാൾട്ടും ചേർത്തിട്ട് ഞാനൊരു അടിപൊളി ടേസ്റ്റി ഹോം മെയ്ഡ് പോപ്കോൺ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കുക്കിങ്, കംപ്ലീറ്റ് പ്രോസസ്സ് നടന്നിട്ടുള്ളത് ബട്ടറിലാണ്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, കൊച്ചിന് സൈറൂന് കൊടുക്കാൻ പാടില്ലല്ലോ, തൊണ്ടയിലൊക്കെ ഉടക്കിയാൽ പാട്. അപ്പോൾ സാറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ ബട്ടറിലാണ് പോപ്കോൺ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കും, ഇതും മതി. ഈ ഒരു ബട്ടറിൽ ഈ ഫുള്ള് പോപ്കോൺ അങ്ങ് കിടന്ന് റെഡിയായി ആയിക്കോളും. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ പാർട്ട് 1 ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 1 വീഡിയോ എൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിരുന്നിട്ട്, ഞാൻ വീഡിയോയുടെ ടൈം തീരുന്നതിന് മുന്നേ ഞാൻ നോക്കിയിരുന്നിട്ട് ഒന്ന് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എൻ്റെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും, എൻ്റെ കിച്ചൺ വിശേഷങ്ങളും, എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഓരോ കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മാത്രം നമ്മൾ ഒരുപാട് പണിയുടെ ഇടയിൽ 2 കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് ഒരുപാട് കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനമാകും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ 2 ഉണ്ണിയപ്പം സാറായിക്ക് 2 ഉണ്ണിയപ്പവും കൂടി, സാറായിക്കല്ല ഡേറ്റ് കഴിയാറായി 2 ഉണ്ണിയപ്പം ഇരുന്നതുകൊണ്ട് അതും കൂടി എടുത്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് ഞാൻ ഇനിയും മുന്നോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് എനിക്കുണ്ടായെങ്കിലും മാത്രമേ എനിക്കും വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയ ചാനലാണ് നമ്മുടേത്. ഒരു 3 മാസം മുന്നേ തുടങ്ങിയ ഒരു ചെറിയ ചാനലാണ്. ആ ചാനലിന് എനിക്ക് ഷോർട്സിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് ഒരുപാട് വലിയ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ലോങ് വീഡിയോയ്ക്ക് എനിക്ക് സപ്പോർട്ട് കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോസിനും നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തരണം. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോണ്ടാണ് എനിക്കൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം
ആണ് നിങ്ങളുടെ ഈ പോസിറ്റീവ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. പാർട്ട് 1 പാർട്ട് 2 ചെന്ന് കാണുക. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പാർട്ട് 1 പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസം പോകുന്നത്, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് ചെയ്യുന്നുണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എന്തെങ്കിലും വെറൈറ്റി എന്ന് പറയുന്നത് വീക്കെൻഡ്സിൽ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിൽ വേറെ റുട്ടീൻസാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് കമൻസൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് നമ്മുടെ പോപ്കോൺ, നല്ല അടിപൊളി ടേസ്റ്റി ബട്ടർ വിത്ത് സാൾട്ടഡ് പോപ്കോൺ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതും സാറായിക്ക് രാത്രി അവൾക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ സ്നാക്സ് കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ബട്ടർ സാൾട്ടഡ് പോപ്കോൺ റെഡിയാക്കിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.